ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഒറ്റപ്പാലം മായന്നൂർ പാലം സ്നേഹസംഗമം 2025 ജനുവരി 22 നടക്കും. പാലം പൂർത്തീകരണത്തിന്റെ വാർഷികമാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ അമ്പിളി പുഴയോരം, ട്രഷറർ ടി മോഹനൻ, കൺവീനറും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി പ്രശാന്തി, രക്ഷാധികാരി PR വിശ്വനാഥൻ, ജോയിന്റ് കൺവീനർമാരായ CS സുനിൽകുമാർ, ടി ഗോകുലൻ, കെ ഷീന, PK ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14ാമത് വാർഷികമാണ് ജനുവരി 22 ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 22 സംയുക്തമായി പാലത്തിന്റെ വാർഷികാഘോഷം നടത്തുകയുണ്ടായി. വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ആലത്തൂരിൻ്റെ MP-യും മായന്നൂർ പാലത്തിൻ്റെ ശില്പിയുമായ സഖാവ് K രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ അതിൽ പങ്കുചേരുന്നത് നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള ശ്രീ UR പ്രദീപ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം മുൻ MLA M ഹംസ, അതുപോലെ ഒറ്റപ്പാലത്തെ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ പ്രേംകുമാർ, അതുപോലെ ചലച്ചിത്ര സംവിധായക രംഗത്ത് പ്രവർത്തിക്കുന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ചടങ്ങിൽ കലാപരിപാടികളോടുകൂടി പരിപാടി വളരെ വിപുലമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെയാണ് പരിപാടികൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ കലാപരിപാടികളും അതുപോലെ തന്നെ ഡാൻസ് പരിപാടി, അതുപോലെ മ്യൂസിക്കൽ ഷോ, നാടൻ പാട്ട് തുടങ്ങിയ വിവിധ പരിപാടികളോടുകൂടെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു 5 മണിക്ക് 5:05 ആകുമ്പോൾ നമുക്ക് ആരംഭിക്കാൻ കഴിയണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ പ്രിയ സംവിധായകനാണ് അനിൽ മേനോൻ, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MP, MLA-മാർ, മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതൊരു പ്രസംഗത്തിൻ്റെ കളരി എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഉത്സവമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ മ്യൂസിക്കൽ ഷോ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇവൻ്റ്, വൈബ്, നമ്മുടെ പഴയന്നൂരിൻ്റെ പ്രശസ്തയായ സിനിമാ പിന്നണി ഗായികയും അതുപോലെ തന്നെ സിനിമാ നടിയുമൊക്കെയായ നമ്മുടെ പഴയന്നൂർ വസന്തയുടെ പടയോട്ടം ടീം അങ്ങനെ തന്നെ വരികയാണ്, പൂർണ്ണ ടീം വരികയാണ്. അങ്ങനെ 4-5 മണിക്കൂർ ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഈ പരിപാടിയെ വരുത്തുക എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ആഗ്രഹിക്കുന്ന ആദരം 2025 നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ആദരം 2025 നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനകത്ത് പഠിച്ച് MBBS കഴിഞ്ഞവരും ഇപ്പോൾ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഏകദേശം 15ഓളം ആളുകൾ ഈ പഞ്ചായത്തിലുണ്ട്. അവരെല്ലാം ഈ പാലത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. ഈ പാലം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്രയും രീതിയിലേക്ക് ഒറ്റപ്പാലത്തെ പ്രയോജനപ്പെടുത്താനും മറ്റ് ജില്ലകളെ പ്രയോജനപ്പെടുത്താനും പഠിക്കാനും ഒക്കെ തിരിഞ്ഞു പോകേണ്ട കിലോമീറ്ററൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശുഷ്കാന്തി കുറവുണ്ടാകും. അവരൊക്കെ ഇതിന് വളരെ സന്തോഷവാന്മാരാണ്. അവരെല്ലാം ആദരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും അല്ല, നിലവിലെ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഇതര മേഖലകളിലെ എല്ലാ ഭിക്ഷങ്കുരരെയും എന്ത് ചെയ്യുക, അവർ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ, ഈ പ്രദേശത്തെ ആളുകളെ. ഏകദേശം 10-15 കുട്ടികളും മുതിർന്നവരുമായിട്ടുണ്ട്. അവരെല്ലാം ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് വിശിഷ്ട വ്യക്തികളെ കൊണ്ട് അവരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷമായൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ആലോചിച്ചതാണ്, തീരുമാനമാക്കിയതാണ്. നമ്മുടെ ഈ ഇതിന് വേണ്ട നല്ല പ്രചരണം കൊടുക്കുന്ന പത്ര സുഹൃത്തുക്കളെയും മാധ്യമ സുഹൃത്തുക്കളെയും അന്ന് ആ വേദിയിൽ വെച്ച് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആദരിക്കാനും ആഗ്രഹിക്കുന്നു.